ഇപ്പം നിൽക്കുന്നത് നമ്മളെ കുമ്മല്ലൂർ പാലത്തിൻ്റെ അവിടെയാണ്. കുമ്മല്ലൂർ പാലത്തിന് ഈ 6 വർഷം മുമ്പ് ഭരണാനുമതി ലഭിച്ച് ബജറ്റിൽ പൈസ വകയിരുത്തിയാണ്. അതായത് കുമ്മല്ലൂർ പാലത്തിന് പള്ളിക്കമ്മണ്ണി പാലത്തിന് ഭരണാനുമതി ലഭിച്ച പാലത്തിന് ലഭിച്ചാണ്. അപ്പം ഈ കുമ്മല്ലൂർ പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അതായത് ഇപ്പോൾ കുമ്മല്ലൂർ പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവസ്ഥ ഈ കുമ്മല്ലൂർ പാലത്തിൻ്റെ ഒരു സ്പാൻ പൂർണ്ണമായിട്ട് തകർന്ന് കിടക്കുകയാണ്. കണ്ട, ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. കണ്ട, പൂർണ്ണമായിട്ട് ഇത് തടന്ന് ഈ കുമ്മല്ലൂർ പാലം ഏത് നിമിഷവും പൊളിച്ച് വീഴാവുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ രസമിതല്ല, കോടിക്കണക്കിന് രൂപ കുമ്മല്ലൂർ പാലത്തിനായിട്ട് അനുവദിച്ചു. ഈ അനുവദിച്ച പാലത്തിന് ഇപ്പം പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണികളുമായിട്ട് ഇറങ്ങിയേക്കാണ്. അതായത് 5 ലക്ഷം രൂപയോളം ചിലവാക്കി ഇപ്പം പഴയ ബീമൊക്കെ മാറ്റി പുതിയ ബീമുകൾ ഉണ്ടാക്കിക്കൊണ്ട് വെച്ച് പിടിപ്പിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ പാലം ഇപ്പം ഏറ്റവും കൂടുതൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന പാലമാണ്. ഡെയിലി 100, അതായത് ടേബിൾ ടോപ്പ് പാലം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഈ വർഷങ്ങൾ കുറേ ആയതാണ്. അതിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, വാർത്ത എഴുതുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ പാലം ഇന്ന് അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അറ്റകുറ്റപ്പണി, പുതിയതായിട്ട് പാലം നിർമ്മിക്കുന്നതിന് പകരം അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് വേണ്ട ബീമുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് കൃത്രിമമായിട്ട് സാധനങ്ങളൊക്കെ അവിടെ ഡ്രില്ല് പോലും ചെയ്ത് പിടിപ്പിക്കാതെ അടിയിൽ കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മണ്ട ഇത് പിടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ അഴിമതി. അതായത് ഇത്രയും ഈ തൂണ് പിടിപ്പിക്കുന്നതിനാണ്ട് 5 ലക്ഷം രൂപയാണ്ടാണ് ഇപ്പം ഇവരിതിനു വേണ്ടി ചിലവഴിക്കുന്നത്. 5 or 10 ആവട്ടെ, ഒരു ഉദ്യോഗസ്ഥരൊക്കെ ഇരിപ്പുണ്ട്. അപ്പം ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഇത്. അതായത് ഭരണാനുമതി, ഒരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 6 വർഷത്തിന് മുമ്പോ 5 വർഷത്തിന് മുമ്പോ ബജറ്റിൽ പൈസ അനുവദിച്ച് ഭരണാനുമതി ലഭിച്ച ഒരു പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഈ രീതിയിൽ വീണ്ടും അട്ടിമറിക്കാൻ, ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യം പത്രത്തിൽ കൂടെയും മാധ്യമങ്ങളിലൂടെയും ജയലാലി പറയും, നമ്മളെ MLA പറയും ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു, മറ്റതാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറയുകയും ചെയ്യും. ഒരു സൈഡിൽ കൂടെ കേരളത്തിലെ ചാത്തന്നൂരിലെ ജനങ്ങളെ പറ്റിക്കുകയും ചെയ്യുന്ന ഈ ജയലാലിൻ്റെ ഒരു രാഷ്ട്രീയ കമ്മട്ടമാണ് ഈ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദം വേണ്ട ഒരു പാലത്തിൻ്റെ പണി വൈകിപ്പിച്ചുകൊണ്ട് പാലത്തിൻ്റെ പിന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കും. പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സം ഉന്നയിച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികളെന്ന പേരിൽ ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. ഈ പാലത്തിൽ കൂടെ ജനങ്ങൾക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കൊരാൾ പെട്ടത് തന്നെ. ഭാരം കൂടിയ വാഹനങ്ങൾ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറും ടോറസ് ലോറികളും ഇതാണ്. കാരണം നിങ്ങൾ നോക്കിയതാണ് ഇതിൻ്റെ പാലത്തിൻ്റെ പാറ വെച്ചുണ്ടാക്കിയ, പണ്ടത്തെ കാലത്ത് പാറ വെച്ചുണ്ടാക്കിയ പാലമാണ്. അതിൻ്റെ തെളിഞ്ഞ് കാണാം. ഇതാണ് ഇതാ ഇപ്പോൾ ടിപ്പർ ലോറി പോകുന്നത് കണ്ടാ, ഇപ്പോൾ ടിപ്പർ പോകുന്നത് കണ്ടാ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നൊരു ബസ് പോകുന്നു. ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഈ പാലം ഈ MLAയുടെയും ഇവിടുത്തെ ഭരണകർത്താക്കളുടെയും ഈ ജനങ്ങളെ പറ്റിക്കുന്ന രാഷ്ട്രീയത്തിന് അറുതി വരുത്തിക്കൂടി. അറുതി വരുത്തണമെന്ന് മാത്രമാണ് എൻ്റെ അപേക്ഷ. ഞാൻ വീണ്ടും കൊടുക്കാം, എല്ലാവരും കൊടുക്കാം. നിങ്ങൾ പറയുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ചീഞ്ഞു നാറിയ വോട്ട്